ഹായ് കൂട്ടുകാരെ, നമ്മൾ 8ാം ക്ലാസ്സിലെ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ 3 വീഡിയോയിലായിട്ട് നമ്മൾ 3 സിദ്ധാന്തങ്ങൾ പരിചയപ്പെട്ടു. അതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്ന് ആദ്യമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ത്രികോണത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രത്യേക ത്രികോണം. അപ്പോൾ നമ്മൾക്ക് അറിയാം, ട്രയാങ്കിൾസിനെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ബോർഡിൽ ഒരു ത്രികോണം നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ആ ത്രികോണത്തിന് എന്താണ് പ്രത്യേകതയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു അളവൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഒരു വശം, ഞാൻ ഇത് സെൻറ്റിമീറ്റർ ഒന്നും പറയുന്നില്ല, ഞാനൊരു വശം വരച്ചു. പക്ഷേ ഞാൻ ഈ വശത്തിൽ ഞാൻ എ എന്നും ബി എന്നും പേര് കൊടുക്കുകയാണ്. എ ബി എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ എയിലും ബിയിലും ഞാൻ 2 ആംഗിൾസ് ഞാനിവിടെ അടയാളപ്പെടും. പക്ഷേ 2 ആംഗിൾസും സെയിമാണ്. ഞാൻ രണ്ടിൻ്റെയും ആംഗിൾ ഒരു 45 ഡിഗ്രി വീതം എടുക്കാനായിട്ട് പോകാം. ഞാനൊരു 45 ഡിഗ്രി ഈ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ഈ 0-ൽ നിന്ന് ഒരു 45 ഡിഗ്രി ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. 45 ഡിഗ്രി. ദെൻ ഇവിടെ നിന്ന് ഞാനൊരു 45 ഡിഗ്രി എടുക്കുന്നു. അപ്പോൾ 2 ആംഗിളും സെയിം ആയിട്ടുള്ള ആംഗിൾ എടുത്തുകൊണ്ട് ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആംഗിൾ ഞാനിവിടെ ഇങ്ങനെ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തതും ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് 2 ആംഗിൾസ് ചേർത്ത് ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. നമുക്കറിയാം, ഈ 2 ആംഗിളും 45 ആണ്. ആംഗിൾസ് 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി. ഞാനൊരു എക്സാമ്പിളായിട്ട് 45 എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒറ്റൊരു കാര്യം, 2 സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സിന്, ഈ 2 സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നോക്കാം. ഞാനിവിടെ സി എന്ന് പേര് കൊടുക്കുകയാണ്. എ സി ബി സി, ഈ 2 സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഞാനൊന്ന് അളന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഞാൻ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് എനിക്ക് എത്ര സെന്റിമീറ്റർ ആണെന്നൊന്നും അറിയണ്ട, ആ സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ എ മുതൽ സി വരെയുള്ള ദൂരം കോമ്പസിൽ ഒന്ന് അളന്നെടുക്കുന്നു. ദാറ്റ് ഈസ് എ സി. ഇതാണ് എ സി എന്ന് പറയുന്നതിന്റെ ലെങ്ത്. ഞാനത് ബിയിൽ കുത്തിയിട്ട് നോക്കുകയാണ്. ബി സി രണ്ടും സെയിം ആണ്, അല്ലേ? അപ്പൊ എ സിയുടെ ദൂരവും എ സിയുടെ നീളവും ബി സിയുടെ നീളവും നമുക്ക് തുല്യമായിട്ട് കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ 2 സൈഡ്സ് ഈക്വൽ ആണ്. ഈ സൈഡ് എ സി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ. ദാറ്റ് ഈസ് എ സി ഇസ് ഈക്വൽ ടു ബി സി. ഇങ്ങനെ 2 സൈഡുകൾ മാത്രം ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിന് നമ്മളൊരു പേര് പറയും, ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പുതിയ ത്രികോണം എന്ന് പറയുന്നത്. അപ്പൊ സമപാർശ്വം അഥവാ ഐസോസിലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. മറ്റൊരു കാര്യം കൂടെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ 2 പ്രത്യേകത: ഒന്ന്, അതിന്റെ 2 സൈഡ്സ് ഈക്വൽ ആണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയത് 45 ഇത് ടോട്ടലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഒരു ആംഗിൾ 100 ഡിഗ്രി. ഇതിനി നമ്മളിത് ഓക്കെ, ഇത് ആംഗിളൊക്കെ മായ്ച്ചു കളയുന്നു. ഇത് 100 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ 2 ആംഗിളും എത്ര വീതമായിരിക്കും? അത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമല്ലേ? 100 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് 100 ഡിഗ്രി പോയി. ഈ 2 സൈഡിൽ ഈക്വൽ ആണെങ്കിൽ ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ 180ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 100 അങ്ങോട്ട് മാറ്റുക. മിച്ചം വരുന്നത് 80 ഡിഗ്രി എന്ന് വരും. ഈ 80 ഡിഗ്രി ആണോ ഇത്? അല്ല, 80 ഡിഗ്രീനെ നമ്മൾ പകുതിയാക്കണം, ഹാഫ് ആക്കണം. 80യുടെ ഹാഫ് എന്ന് പറയുന്നത് 40. അപ്പോൾ ഇത് 40 ആൻഡ് 40. അപ്പോൾ ഈക്വൽ ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ ഈ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതിൽ
ഇത് 90 ഡിഗ്രി 90-ൽ കൂടുതൽ ആയിരിക്കണം. അല്ലാതെ നമുക്ക് 90-ൽ കുറവാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. 90-ൽ കൂടുതലാണെങ്കിൽ അത് 180-ൽ നിന്ന് കുറച്ചിട്ട് നേരെ പകുതി എടുത്താൽ മതി, ബാക്കി 2 കോണുകൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രികോണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ. നമ്മൾ സമപാർശ്വ ത്രികോണം എന്താണെന്ന് കണ്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഈ സമപാർശ്വ ത്രികോണം നേരെ താഴേക്ക് ഞാനൊന്ന് വരയ്ക്കാൻ പോവുക. ഇതേ വലിപ്പത്തിലുള്ള ഈ AC-യും BC-യുടെയും നീളം എടുത്തുകൊണ്ട് നേരെ താഴേക്കൊരു ഇതേ വലിപ്പത്തിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇത് ലെങ്ത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ ഞാൻ ബിയിൽ ടച്ച് ചെയ്തിട്ട് ആർക്കിനെ ഒന്നുകൊണ്ടൊന്ന് കട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 2 ആർക്കുകൾ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഈ ആർക്കുകൾ ഞാനൊന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് നേരെ മുകളിലത്തെ ത്രികോണവും നേരെ താഴെയും ആയിട്ട് ഒരുപോലെയുള്ള 2 സമപാർശ്വ ത്രികോണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെ, 2 ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ടും ഒരേ ട്രയാങ്കിൾ ആണ്, അല്ലെ, ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് C എന്ന് ഞാൻ പേര് കൊടുത്തു. ഇവിടെ ഞാൻ D എന്ന് പേര് എഴുതാൻ പോകും. അപ്പോൾ ഈ 4 വശങ്ങളും തുല്യമായിട്ട് ഞാനൊരു ഫിഗർ വരച്ചു. ഞാനത് ചെയ്യാൻ പോകുന്നത് സിയും ഡിയും കൂടി ഞാനത് യോജിപ്പിക്കാൻ പോവാം. CD എന്ന് പറയുന്ന 2 പോയിന്റുകളെ തമ്മിൽ ഞാനൊന്ന് ജോയിൻ ചെയ്യണം, അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പോയിന്റ് ഞാൻ M എന്ന് പേര് കൊടുക്കുകയാണ്. M എന്ന് ഞാൻ പേര് കൊടുക്കും. അപ്പോൾ AM-ഉം BM-ഉമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാനായിട്ട് പോകാം. അപ്പം നമുക്ക് നോക്കാം. A മുതൽ M വരെയുള്ള ദൂരം എടുക്കുന്നു. A മുതൽ M വരെയുള്ള ദൂരവും B മുതൽ M വരെയുള്ള ദൂരം നോക്കാം. അതാ, രണ്ടും തുല്യമാണ്. അപ്പോൾ AM-ന്റെ നീളവും BM-ന്റെ നീളവും തുല്യമാണ്. ഇനി ഈ വരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ അത് 90 ഡിഗ്രിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ 90 ഡിഗ്രിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും CD എന്ന് പറയുന്ന വരയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി, അല്ലെ? ലംബ സമഭാജി നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഇനി ഒരു വര തന്നാൽ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റുക? മുകളിലും താഴെയുമായിട്ട് 2 ഐസോസിലസ് ട്രയാങ്കിള് വരയ്ക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കണം. നമ്മളിവിടെ കണ്ടില്ലേ, ഈ നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയാൽ മതി, അല്ലേ? ഇത് വേണമെന്നില്ല. ഈ ലൈനും വേണ്ട, അതുപോലെ ഈ ലൈനും നമുക്ക് വേണ്ട. ഒരു വരയുടെ മുകളിലും താഴെയുമായിട്ട് ഇതുപോലെ ആർക്കുകൾ കൂട്ടിമുട്ടിയാൽ ഈ കൂട്ടിമുട്ടുന്ന ആർക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വരയാണ് ആദ്യം വരച്ച വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി. അപ്പൊ ലംബ സമഭാജി വരയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു വര വരച്ചിട്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ ദൂരം വേണം, അല്ലെ? പകുതിയിൽ കൂടുതൽ ദൂരം എടുക്കണം. ഇപ്പൊ ഇതിന്റെ പകുതിയെ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഇത്രയും മാത്രം എടുത്താൽ നമ്മളിങ്ങനെ ആർക്ക് വരച്ചാൽ കൂട്ടിമുട്ടുമോ? ഇങ്ങനെ ആർക്ക് വരച്ചാൽ ഇങ്ങനെ വരും. ഇവിടെ വെച്ച് നമ്മൾ വരച്ചാൽ ഇവിടെയുമേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടില്ല, പകുതി കിട്ടും. അപ്പൊ നമുക്ക് പകുതി കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വരയ്ക്കുന്ന വരയുടെ പകുതിയിൽ കൂടുതൽ ദൂരം കോമ്പസിൽ എടുത്തിട്ട് മുകളിലും താഴെയുമായി 2 ആർക്കുകൾ എയിലും ബിയിലും കോമ്പസ് ഉറപ്പിച്ച് 2 ആർക്കുകൾ വരയ്ക്കുമ്പോൾ ആർക്കുകൾ കൂട്ടിമുട്ടും. അവിടെ നിന്ന് നമ്മൾ വരയ്ക്കുന്ന വരയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇത് ഉപയോഗിച്ച് നമുക്ക് കുറേ നിർമ്മിതികൾ ചോദ്യം നമുക്ക് പുസ്തകത്തിലുണ്ട് ചെയ്യാനായിട്ട്. നമ്മൾ സമപാർശ്വ ത്രികോണവും അതുപോലെ തന്നെ ലംബ സമഭാജിയും നിർമ്മിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു പുതിയ ത്രികോണത്തെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് സമപാർശ്വ ത്രികോണം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചില പ്രത്യേകത, സമപാർശ്വ ത്രികോണത്തിന് ചില രൂപാന്തരങ്ങൾ വരുത്തിക്കൊണ്ട് മറ്റൊരു ത്രികോണം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാനൊരു വര വരയ്ക്കുകയാണ്.
അതിന് അളവൊന്നും ഞാൻ എടുക്കുന്നില്ല, ചുമ്മാ അതൊരു വര വെറുതെ ഇരുന്നോട്ടെ, ഇങ്ങനെ ഇരുന്നോട്ടെ അല്ലേ. നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു വര, അതിന് സെൻറ്റിമീറ്റർ ഒന്നും വേണ്ട. ഞാൻ എ എന്നും ബി എന്നും പേര് കൊടുത്തു. പക്ഷേ ഇനി ഞാൻ എടുക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, കോൺ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കോൺ എടുക്കത്തില്ല. ഞാൻ എടുക്കാൻ പോകുന്നത് 60 ഡിഗ്രി എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? എയിലും ബിയിലും പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ഞാൻ 60 ഡിഗ്രി കോൺ എടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ആ 2 കോൺ 60 എടുത്തു. അപ്പോൾ പിന്നെ മൂന്നാമത് വരുന്ന കോൺ എത്ര ആയിരിക്കും? അതും എത്ര തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഞാൻ എയിൽ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചു. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 60 ഡിഗ്രി എടുത്തു. 60 ഡിഗ്രി എടുത്തുകൊണ്ട് ഞാൻ മേലോട്ട് വരയ്ക്കുകയാണ്. അതിന് മേലോട്ട് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് അറിയില്ല, നമ്മൾ മേലോട്ട് വരച്ചു. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, ഞാൻ ബിയിലും പ്രൊട്രാക്ടർ വെച്ചു. അപ്പോൾ ബിയിൽ പ്രൊട്രാക്ടർ എടുക്കുന്നു. ബിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടുത്തെ 0യിൽ നിന്ന് അളക്കുന്നു. ഇവിടുത്തെ 0യിൽ നിന്ന് അളന്നിട്ട് 60 ഡിഗ്രി കണ്ടിവിടെ വരും. ഇത് ഞാൻ ഇതും യോജിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ എനിക്കൊരു ത്രികോണം കിട്ടി. ഓക്കെ, അപ്പൊ 2 കോണ് 60 ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇതും 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. ഇതപ്പോൾ 60ഉം 60ഉം 120 നമുക്കറിയാം. ഒരു ത്രികോണത്തിന്റെ മുഴുവൻ കോണെന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ പിന്നെ പോയിട്ട് മൂന്നാമതൊരു കോണുണ്ടല്ലോ, ഈ കോൺ എത്രയായിരിക്കും? ഇതിന്റെ 150 ഈ 120 പോയാൽ 60. അപ്പൊ ഇതും എത്ര തന്നെ വരുന്നത്? 60. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ത്രികോണത്തിന്റെ 3 കോണുകളും തുല്യമാണ്. ശരിക്കും നമ്മൾ 2 കോണുകൾ തുല്യമാക്കി വെച്ചുകൊണ്ട് വരച്ചതാണ്. പക്ഷേ നമ്മൾ വരയ്ക്കാനെടുത്ത കോൺ എത്രയാണ്? 60 ഡിഗ്രിയാണ്. മറ്റൊരു കോൺ എടുക്കാൻ പാടില്ല. ഇനി ഞാൻ ഇതിന്റെ വശങ്ങളൊക്കെ ഒന്ന് അളന്ന് നോക്കാൻ പോവുക. നമ്മളിപ്പോൾ കോണുകൾ മാത്രമേ പരിഗണിച്ചുള്ളൂ. കോണുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു ത്രികോണം വരച്ചു. ഇതിന്റെ സൈഡ്സ് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഞാൻ എ മുതൽ ബി വരെ നടക്കുകയാണ്. എ മുതൽ ബി വരെ ഞാൻ കോമ്പസിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് എ ബിയുടെ ദൂരം. ഓക്കെ, ഞാനിത് മൂന്നാമത്തെ ബിന്ദുവിന് ഞാൻ സി എന്ന് പേര് കൊടുത്തിരിക്കുന്നു. എ സിയിലോട്ട് നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ഇത് കൃത്യം ഈ നീളം തന്നെയാണോ എ സിക്ക് നോക്കാം. എ മുതൽ സി വരെ വെക്കാൻ പോകുന്നു. കൃത്യമാണ്. എ സിയുടെ ദൂരവും എ ബിയുടെ നീളവും തുല്യമാണ്. ഇനി ബിയിൽ നോക്കാം. ബിയിലും നമ്മൾ സിയിലേക്ക് വെച്ച് നോക്കാം. അതും സെയിം ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ എ ബിയും ബി സിയും എ സിയും തുല്യമാണ്. അഥവാ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണ്. അങ്ങനെ 3 വശങ്ങളും തുല്യമായിട്ട് വരുന്ന ത്രികോണത്തിന് നമ്മൾ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മനസ്സിലായോ? അപ്പൊ ഇക്വിലാറ്ററൽ അല്ലെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ. അപ്പോൾ ഇക്വിലാറ്ററൽ അഥവാ സമഭുജം, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും നീളം തുല്യമായിട്ട് വന്നാൽ അത്തരത്തിലുള്ള ത്രികോണങ്ങളാണ് സമഭുജ ത്രികോണം. അപ്പൊ സമഭുജ ത്രികോണത്തിന് മറ്റൊരു പ്രത്യേകത, അതിന്റെ 3 കോണുകളും തുല്യമാണ്. അപ്പോൾ ഓരോന്നും എത്ര വീതം വരും? 60 ഡിഗ്രി വീതം വരും. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു കോൺ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ കോണുകൾ 3 തുല്യമായാൽ വശങ്ങളും തുല്യമാണ്. അഥവാ വശങ്ങൾ തുല്യമായാൽ കോണുകളും തുല്യമാണ്. നമ്മൾ ആദ്യം കണ്ടതാണ് അല്ലെ, SSS പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് 3 വശങ്ങളും തുല്യമാണെങ്കിൽ അല്ലെ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യമാണെങ്കിൽ കോണുകളും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ പക്ഷേ ഒരു ത്രികോണം മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായാൽ ആ ത്രികോണത്തിന്റെ 3 കോണുകളും തുല്യമാണ്. മറ്റൊരു ത്രികോണം എടുക്കുന്നില്ല. ഒരു ത്രികോണത്തിനെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യമായാൽ 3 കോണുകളും തുല്യമാണ്. അത്തരത്തിലുള്ള ത്രികോണമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. നമുക്ക് പുസ്തകത്തിലെ ചില ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. അപ്പൊ ഞാൻ പുസ്തകത്തിലെ ഒരു ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു ത്രികോണമാണ് അല്ലെ. ഇതിനകത്ത് ഇങ്ങനെ 2 അടയാളങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആ 2 വശങ്ങൾ തുല്യമാണ്. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന വശവും AC എന്ന് പറയുന്ന വശവും തുല്യമാണ്. ഇത് കണ്ടാൽ ഉടനെ മനസ്സിലാവണം ഇത് എന്ത് ട്രയാങ്കിൾ ആണ്?
ഐസോസിലസ് ആണ് അല്ലെ. രണ്ട് വശങ്ങളല്ലേ തുല്യമായിട്ടുള്ളൂ. അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഐസോസിലസ് ആണ്. അപ്പൊ ഐസോസിലസ് എന്ന് കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരണം എന്ത് വരണം? തുല്യമായ കോണുകൾ, തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമാണ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി എന്ന് പറയുന്ന ആംഗിളും സി എന്ന് പറയുന്ന ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കി, ഇതാണ് ബി എന്ന് പറയുന്ന ആംഗിൾ, ഇത് സി എന്ന് പറയുന്ന ആംഗിൾ. ഇത് രണ്ടും തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ ആ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാനായിട്ട് എന്തോ ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആംഗിളായ 40 ഡിഗ്രി 180 നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, 180 നമുക്ക് 140 ഒന്ന് കുറയ്ക്കാം. അപ്പൊ എത്ര വരുന്നത്? 180 40 കുറയ്ക്കുമ്പോൾ 140 ഡിഗ്രി എന്ന് വരും. ഈ 140 ഇവരുടെ രണ്ടുപേരുടെയും കൂടെ, ശരിയല്ലേ? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആംഗിളാണ് 140. അതുകൊണ്ട് ഒരാൾക്ക് 140 ഒന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതിനെ നേർ പകുതിയാക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 140നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരണേ? 70 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ഓരോന്നും എത്ര ഡിഗ്രി വീതം വരും? 70. ദാറ്റ് ഈസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് ഉത്തരവാകും. കണ്ടുപിടിച്ച രീതി മനസ്സിലായോ? നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് പരിശോധിക്കാം. ദാ ഇവിടെ ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള ചോദ്യം തന്നെയാണ്. ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 2 വരകൾ വരച്ചുകൊണ്ട് നമ്മളൊരു ത്രികോണം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഒരു വൃത്തത്തിന്റെ റേഡിയസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ട്രയാങ്കിൾസ്, ആരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രികോണങ്ങൾ എപ്പോഴും അത് ഐസോസെലസ് ആണ് അഥവാ സമപാർശ്വമാണ്. വേണമെങ്കിൽ ഇക്വിലാറ്ററലും ആകാം. പക്ഷെ ഇക്വിലാറ്ററലിനെ കാട്ടിൽ നമുക്ക് പറയാൻ പറ്റുന്ന, വളരെ ആധികാരികമായിട്ട് പറയാം, ഒരു സർക്കിളിന്റെ റേഡിയസ് ചേർത്താണ് ട്രയാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ ട്രയാങ്കിള് എപ്പോഴും ഐസോസിലസ് ആണ്, ഉറപ്പാണ്, 100%. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ആണ്. ഓക്കെ, ശരിയല്ലേ? ഇത് 2 റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയും ബിയും എത്രയാണ്? പിന്നെ ഇനി എളുപ്പമല്ലേ കണ്ടുപിടിക്കാനായിട്ട്? ഇത് 60 കുറയ്ക്കുക, 180 നിന്ന് 60 നമ്മൾ അങ്ങോട്ട് മൈനസ് ചെയ്യണം. അപ്പൊ ആൻസർ എത്ര വരും? 120 ഡിഗ്രി വരും. അതിനെ എന്ത് ചെയ്യണം? പകുതി എടുക്കണം. അതിന്റെ പകുതി എത്രയാണ്? 60 ആണ്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നതും എത്ര ഡിഗ്രി? 60 ഡിഗ്രി എന്ന് ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, ശരിയായില്ലേ? അപ്പൊ ഈ ചോദ്യത്തിൽ എയും ബിയും എത്ര ഡിഗ്രി വീതം വന്നു? 60 ഡിഗ്രി വീതം വന്നു. അപ്പൊ ഇത് രണ്ടും 60 ആണ്. ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, എപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ തരുന്ന ആംഗിൾസ് ഇക്വിലാറ്ററൽ ആകുമോ? നമുക്ക് ആംഗിൾ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ഇത് പുസ്തകത്തിലെ ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ആംഗിൾ ഒന്ന് മാറ്റാൻ പോവാണ്. ഞാൻ 60ന് പകരം ഞാനൊരു 80 ആക്കി എന്ന് വിചാരിക്കുക. ഞാനിതൊരു 80 ആക്കി. ഇത് 80. ഇത് 60 വന്നപ്പോൾ ഇതും 60 ആയിരുന്നു, ഇതും 60 ആയിരുന്നു. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇതും 80 വരുമോ? നമുക്ക് നോക്കാം. ഇത് 80 അല്ലേ? അപ്പൊ ഈ 2 ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ 180 എത്ര കുറയ്ക്കണം? 80 കുറച്ച് നോക്കണം. അപ്പൊ ആൻസർ എത്ര വരുന്നത്? 100 വരും അല്ലെ? 180 80 പോയാൽ 100 വരും. അതിന്റെ പകുതി എടുക്കുക. അപ്പൊ ഇത് എത്ര വരുന്നത്? 50 ഡിഗ്രി 50 ഡിഗ്രി. നോക്കിക്കേ, അപ്പൊ ഇത് ഇതിപ്പോ ഇക്വിലാറ്ററൽ ആണോ? അല്ല, ഇതിപ്പോ ഐസോസിലസ് ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു സർക്കിളിന്റെ റേഡിയസ് ചേർത്താണ് ട്രയാങ്കിൾ നിർമ്മിക്കുന്നതെങ്കിൽ അത് ഷുവറായിട്ടും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അഥവാ സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, അത് പോട്ടെ. നമ്മുടെ പുസ്തകത്തിലെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പുസ്തകത്തിലെ മറ്റൊരു ചോദ്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു വൃത്തം കൊടുത്തിട്ടുണ്ട്. ഈ വൃത്തത്തിൽ ABC എന്ന് പറയുന്ന ഒരു ത്രികോണമുണ്ട്. അതിന്റെ ഈ 3 മൂലയിൽ നിന്നും നമ്മൾ വൃത്തകേന്ദ്രത്തിലോട്ട് വരച്ചിട്ട് 2 കോണുകൾ കേന്ദ്രത്തിൽ തന്നിട്ടുണ്ട്, 120 120. എങ്കിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്രയാണ്? അതായത് എ എന്ന് പറയുന്ന മുഴുവൻ ആംഗിൾ എത്രയാണ്? ബി മുഴുവൻ എത്രയാണ്? സി മുഴുവനും എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് നോക്കി, ഈ വൃത്തകേന്ദ്രത്തിൽ
വൃത്തകേന്ദ്രത്തിനെ നമ്മൾ 3 ആയിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ 2 ആംഗിൾ അറിയാം. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? അതൊന്നും ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം അല്ലേ? നമുക്കറിയാം ഒരു വൃത്തം മുഴുവൻ എന്ന് പറഞ്ഞാൽ ആകെ വൃത്തത്തിന്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ 360-ൽ നിന്ന് എന്ത് ചെയ്യണം? 120 കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 240 വരും. ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആൻസർ? അപ്പോൾ എത്ര വരും? 120. അപ്പൊ ഈ താഴത്തെ കോണും 120 നമ്മൾ കണ്ടുപിടിച്ചതായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിൽ വരച്ചിരിക്കുന്നത്. 120 എന്നിരിക്കട്ടെ. ഇനി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഞാൻ മുമ്പത്തെ ചോദ്യത്തിൽ, കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, റേഡിയസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ട്രയാങ്കിൾസ് എല്ലാം ഐസോസിലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 ഐസോസിലസ് ട്രയാങ്കിൾസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ബി, ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കുന്നു, O എന്നിരിക്കട്ടെ. BOA അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ അതൊരു ഐസോസിലസ് ആണ്. ഇപ്പുറത്ത് AOC അതും ഒരു ഐസോസിലസ് ആണ്. അടുത്തത് OBC അതും ഒരു ഐസോസിലസ് ആണ്. അപ്പൊ 3 ഐസോസിലസ് ട്രയാങ്കിൾസ്, സമപാർശ്വ ത്രികോണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും കോണുകൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിൾ എടുത്താൽ അതിന്റെ ഒരു ആംഗിൾ 120. ഈ സൈഡും ഈക്വൽ ആണ്. കാരണം റേഡിയസ് അല്ലേ? ആരല്ലേ? അപ്പൊ ഈ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ ആംഗിളും തുല്യമായിരിക്കും. അത് എത്ര വീതം വരും? ഈ 120-നെ നമ്മൾ എന്ത് ചെയ്യണം? 180-ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് പകുതി എടുക്കണം. അപ്പൊ 60-ന്റെ പകുതി, ഇത് 30 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം നോക്കിയേ, അവിടെയും ഒരെണ്ണം 120 അല്ലേ? ഈ 2 സൈഡ് ഈക്വലാ. അപ്പൊ ഈ 2 ആംഗിളും ഈക്വലാ. അപ്പൊ ഇത് എത്ര ഡിഗ്രി വരും? 30. ഇതും 30 അല്ലേ? ഇതും അതുപോലെ ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലാ. അപ്പൊ ഇതും 30, ഇതും 30. അപ്പൊ കാര്യം എളുപ്പമായില്ലേ? അപ്പൊ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് വരുന്നത്? ആംഗിൾ എ = 30 + 30. ഇത് ടോട്ടൽ അല്ലേ? ടോട്ടലാണ്. അപ്പൊ ആൻസർ 60 ഡിഗ്രി. ആംഗിൾ ബി ഇതല്ലേ? അവിടെ 30 and 30, that is 60 ഡിഗ്രി. then ആംഗിൾ സി നോക്കിയാൽ അവിടെയും 30, that is 60 ഡിഗ്രി എന്ന ഉത്തരം വരും. അപ്പൊ കണ്ടുപിടിച്ച രീതി മനസ്സിലായോ? നമ്മളിപ്പോ സമപാർശ്വ ത്രികോണത്തിന്റെ കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സമപാർശ്വ ത്രികോണത്തിൽ നിന്ന് കണ്ടെത്തിയ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതുപയോഗിച്ചുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ബോർഡിലുണ്ട്. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 6.5 സെന്റിമീറ്റർ അല്ലെ? 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് കൺസ്ട്രക്ട് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ആ വരയുടെ ലംബ സമഭാജി നിർമ്മിക്കണം. അതായത് 6.5-ന്റെ പകുതി കണ്ടുപിടിക്കുക. എത്രയും 6.5-ന്റെ പകുതി? 3.25 അല്ലേ? 3.25 അല്ലേ? 3.25 അല്ലേ? അപ്പൊ നമ്മളോട് വേണമെങ്കിൽ 6.5 സെന്റിമീറ്റർ വരയ്ക്കുന്നതിന് പകരം നമ്മളോട് ചോദിക്കാം 3.25 സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കാൻ പറയാം. അപ്പൊ നമ്മുടെ സ്കെയിലേക്ക് കിട്ടുമോ? ഈ 0.25 എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലേക്ക് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ 0.25 കിട്ടത്തില്ല. 0.25 കിട്ടത്തില്ല. 0.75 ഒന്നും നമ്മുടെ സ്കെയില് നമുക്ക് കൃത്യമായിട്ട് അളന്നെടുത്ത് വരയ്ക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പൊ നമ്മളോട് 3.25 വരയ്ക്കാൻ പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇരട്ടി എടുക്കണം. അതിന്റെ ഇരട്ടിയാണെന്ന് പറയുന്നത് 6.5 അല്ലേ? 6.5 എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? 3.25 കിട്ടും. ഓക്കെ, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 6.25-ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യമേ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ 6.5 സെന്റിമീറ്റർ ഞാൻ ആ സ്കെയിലിൽ നിന്ന് വരയ്ക്കുന്നു. 6.5. ഓക്കെ, 6.5 സെന്റിമീറ്റർ ഞാൻ സ്കെയിൽ എടുത്ത് വരച്ചു. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് നമ്മൾ മുകളിലും താഴെയുമായിട്ട് 2 ഐസോസിലസ് ട്രയാങ്കിൾസിന്റെ വെർട്ടെക്സുകൾ വരച്ചാൽ മതി അല്ലേ? ട്രയാങ്കിൾസ് വേണം നിർബന്ധമില്ല. ട്രയാങ്കിൾസിന്റെ മൂലകൾ നമ്മൾ വരച്ചാൽ മതി. അതിന് എന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ കുത്തിക്കൊണ്ട് ഈ വരയുടെ ഏകദേശം പകുതിയിൽ കൂടുതൽ ദൂരം കോമ്പസിൽ എടുക്കണം. കണ്ടോ? അപ്പൊ ഇവിടെ വരെ എത്രയും പറ്റില്ല, പകുതി കുറവാണ്. പകുതിയിൽ കൂടുതൽ ദൂരം കോമ്പസിൽ എടുക്കുക. ഇനി ഈ അളവ് കളയാനായിട്ട് പാടില്ല. ഇത് നമ്മൾ ഇവിടെ ഉറപ്പിച്ചുകൊണ്ട് മുകളിലും ഒരു ആർക്ക് വരയ്ക്കണം,
അതുപോലെ തന്നെ താഴെയും ഒരാൾക്ക് വരയ്ക്കണം. അളവ് കളയാനായിട്ട് ഇനി പാടില്ല. ആദ്യം ഇവിടുത്തെ അളവ് തന്നെ ഉപയോഗിച്ച് ഒരു ബിന്ദുവിൽ കുത്തി മുകളിലും താഴെയും ഓരോ ആർക്ക് നമ്മൾ വരച്ചു. ഇനി ആ അളവ് കളയാതെ തന്നെ ഇവിടെയും നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ വരയ്ക്കും. ഇവിടെയും നമ്മൾ കോമ്പസ് ഉറപ്പിച്ചിട്ട് ആർക്കിനെ കട്ട് ചെയ്യണം. ആർക്കിനെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ. ഇപ്പോൾ ചില കൂട്ടുകാർ വരയ്ക്കുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കുന്നത് അറിയാമോ? ഇങ്ങനെ കൂട്ടിമുട്ടാതെ വരും. കൂട്ടിമുട്ടാതെ വരുമ്പോൾ ഇതൊന്ന് അകത്തും. അത് പറ്റത്തില്ല, അത് തെറ്റാണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് എത്രയാണോ ആ അളവ് ഉപയോഗിച്ച് വേണം പിന്നീട് വരയ്ക്കേണ്ടത് മുഴുവനും നമ്മൾ വരയ്ക്കാനായിട്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ആർക്കുകൾ കൂട്ടിമുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുകയില്ല. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യണം? അങ്ങനെ കൂട്ടിമുട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ആ പോയിന്റിലേക്ക് കോമ്പസ് വെച്ചിട്ട് ഒന്നുകൊണ്ടൊന്ന് നീട്ടി വരച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ച ഈ രണ്ട് ബിന്ദുക്കളെ തമ്മിലൊന്ന് യോജിപ്പിക്കാനായിട്ട് പോവുകയാണ്. രണ്ട് ആർക്കുകൾ ഇവിടെ കൂട്ടിമുട്ടിയെടുത്തൊന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ കിട്ടുന്ന വരയാണ് ആദ്യം വരച്ച വരയുടെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലി 6.5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഞാൻ ഡാർക്കൻ ചെയ്യാം. ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇത് 3.25 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല എങ്കിലൂടെ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 3.25 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചത് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ സമപാർശ്വ ത്രികോണത്തിന്റെ കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സമപാർശ്വ ത്രികോണത്തിൽ നിന്ന് കണ്ടെത്തിയ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതുപയോഗിച്ചുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ബോർഡിലുണ്ട്. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 6.5 സെന്റിമീറ്റർ അല്ലെ 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് കൺസ്ട്രക്ട് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ആ വരയുടെ ലംബ സമഭാജി നിർമ്മിക്കണം. അതായത് 6.5ന്റെ പകുതി കണ്ടുപിടിക്കുക. എത്രയും 6.5ന്റെ പകുതി 3.25 അല്ലേ? 3.25 അല്ലേ? 3.25 അല്ലേ? അപ്പൊ നമ്മളോട് വേണമെങ്കിൽ 6.5 സെന്റിമീറ്റർ വരയ്ക്കുന്നതിന് പകരം നമ്മളോട് ചോദിക്കാം 3.25 സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കാൻ പറയാം. അപ്പൊ നമ്മുടെ സ്കെയിലേക്ക് കിട്ടുമോ? ഈ 0.25 എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലേക്ക് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ 0.25 കിട്ടത്തില്ല. 0.25 കിട്ടത്തില്ല. 0.75 ഒന്നും നമ്മുടെ സ്കെയില് നമുക്ക് കൃത്യമായിട്ട് അളന്നെടുത്ത് വരയ്ക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പൊ നമ്മളോട് 3.25 വരയ്ക്കാൻ പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇരട്ടി എടുക്കണം. അതിന്റെ ഇരട്ടിയാണെന്ന് പറയുന്നത് 6.5 അല്ലേ? 6.5 എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? 3.25 കിട്ടും. ഓക്കെ, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 6.25ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യമേ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ 6.5 സെന്റിമീറ്റർ ഞാൻ ആ സ്കെയിലിൽ നിന്ന് വരയ്ക്കുന്നു. 6.5 ഓക്കെ, 6.5 സെന്റിമീറ്റർ ഞാൻ സ്കെയിൽ എടുത്ത് വരച്ചു. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് നമ്മൾ മുകളിലും താഴെയുമായിട്ട് രണ്ട് ഐസോസിലസ് ട്രയാങ്കിൾസിന്റെ വെർട്ടെക്സുകൾ വരച്ചാൽ മതി അല്ലേ? ട്രയാങ്കിൾസ് വേണം നിർബന്ധമില്ല. ട്രയാങ്കിൾസിന്റെ മൂലകൾ നമ്മൾ വരച്ചാൽ മതി. അതിനെന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ കുത്തിക്കൊണ്ട് ഈ വരയുടെ ഏകദേശം പകുതിയിൽ കൂടുതൽ ദൂരം കോമ്പസിൽ എടുക്കണം. കണ്ടോ? അപ്പൊ ഇവിടെ വരെ എത്രയും പറ്റില്ല, പകുതി കുറവാണ്. പകുതിയിൽ കൂടുതൽ ദൂരം കോമ്പസിൽ എടുക്കുക. ഇനി ഈ അളവ് കളയാനായിട്ട് പാടില്ല. ഇത് നമ്മൾ ഇവിടെ ഉറപ്പിച്ചുകൊണ്ട് മുകളിലും ഒരാൾക്ക് വരയ്ക്കണം, അതുപോലെ തന്നെ താഴെയും ഒരാൾക്ക് വരയ്ക്കണം. അളവ് കളയാനായിട്ട് ഇനി പാടില്ല. ആദ്യം ഇവിടുത്തെ അളവ് തന്നെ ഉപയോഗിച്ച് ഒരു ബിന്ദുവിൽ കുത്തി മുകളിലും താഴെയും ഓരോ ആർക്ക് നമ്മൾ വരച്ചു. ഇനി ആ അളവ് കളയാതെ തന്നെ ഇവിടെയും നമ്മൾ വരയ്ക്കണം. അപ്പൊ ഇവിടെയും നമ്മൾ വരയ്ക്കും. ഇവിടെയും നമ്മൾ കോമ്പസ് ഉറപ്പിച്ചിട്ട് ആർക്കിനെ കട്ട് ചെയ്യണം. ആർക്കിനെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില കൂട്ടുകാർ വരയ്ക്കുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കുന്നത് അറിയാമോ? ഇങ്ങനെ കൂട്ടിമുട്ടാതെ വരും. കൂട്ടിമുട്ടാതെ വരുമ്പോൾ ഇതൊന്ന് അകത്തും. അത് പറ്റത്തില്ല, അത് തെറ്റാണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് എത്രയാണോ ആ അളവ് ഉപയോഗിച്ച് വേണം പിന്നീട് വരയ്ക്കേണ്ടത് മുഴുവനും നമ്മൾ
വരയ്ക്കാനായിട്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ആർക്കുകൾ കൂട്ടിമുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുകയില്ല. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യണം? അങ്ങനെ കൂട്ടിമുട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ആ പോയിന്റിലേക്ക് കോമ്പസ് വെച്ചിട്ട് ഒന്നുകൂടെ നീട്ടി വരച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ച ഈ രണ്ട് ബിന്ദുക്കളെ തമ്മിലൊന്ന് യോജിപ്പിക്കാനായിട്ട് പോവുകയാണ്. രണ്ട് ആർക്കുകൾ ഇവിടെ കൂട്ടിമുട്ടിയെടുത്തൊന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ കിട്ടുന്ന വരയാണ് ആദ്യം വരച്ച വരയുടെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലി 6.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഞാൻ ഡാർക്കൻ ചെയ്യാം. ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇത് 3.25 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല എങ്കിലൂടെ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 3.25 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചത് മനസ്സിലായല്ലോ. അടുത്ത ഒരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു നല്ല ചോദ്യമാണ്. 2.25 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക അല്ലേ. 2.25 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു നമുക്ക് ഈ 0.25 0.75 ഇതൊന്നും നമുക്ക് സ്കെയിലിൽ എടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ നമുക്ക് 2.25 എങ്ങനെ വരയ്ക്കാം? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2.25 എന്ന് പറയുന്നത് ആരുടെ പകുതിയാണ്? അഥവാ 2.25ന്റെ ഇരട്ടി എത്രയാണ്? 2.25ന്റെ ഇരട്ടി എത്ര വരും? 4.5 ആണ് അല്ലെ. 4.5ന്റെ പകുതിയാണ് 2.25 എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ 2.25 വരയ്ക്കാനായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എത്ര വരയ്ക്കത്തുള്ളൂ? 4.5 സെന്റിമീറ്റർ അഥവാ ഇതിന്റെ ഇരട്ടി. ഓക്കെ, ഞാൻ സ്കെയിൽ എടുത്തിട്ട് 4.5 സെന്റിമീറ്റർ ഒന്ന് വരയ്ക്കാനായിട്ട് പോവുകയാണ്. 4.5 സെന്റിമീറ്റർ കാണാൻ ഇച്ചിരി വലുപ്പത്തിൽ വരയ്ക്കുന്നു. 4.5. ഓക്കെ, ഇത് 4.5. 4.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 സെന്റിമീറ്റർ അല്ലേ. സ്കെയിലിൽ ഇങ്ങനെ അറ്റം മുതൽ 4 സെന്റിമീറ്റർ എടുത്തിട്ട് ചെറിയ 5 വരകൾ കൂടി നമ്മൾ എണ്ണിയെടുക്കണം. അപ്പൊ 4.5 സെന്റിമീറ്റർ ആയി. ഓക്കെ, അപ്പൊ ഇത് നിർബന്ധമായിട്ടും ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ അളവ് നിർബന്ധമായിട്ടും എഴുതണം. ഈ വരയുടെ നീളം 4.5 ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ച സാധനമായത്. അപ്പൊ 4.5 സെന്റിമീറ്റർ വരച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ കോമ്പസ് ഇവിടെ ഉറപ്പിച്ചിട്ട് അല്ലെ, കോമ്പസ് ഇവിടെ ഉറപ്പിച്ചിട്ട് ഇതിന്റെ പകുതിക്കുള്ള ദൂരം കോമ്പസിൽ എടുത്തിട്ട് മുകളിലും താഴെയും ഓരോ ആർക്ക് വരച്ചു. ഇനി ഈ അളവ് കളയാതെ അടുത്ത പോയിന്റിൽ നമ്മൾ ഉറപ്പിച്ചിട്ട് ഈ ആർക്കിനെ ഒന്ന് കട്ട് ചെയ്തു. ആർക്കുകൾ കൂട്ടിമുട്ടിയെടുത്ത് നമ്മൾ ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ആ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലംബ സമഭാജിയാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. നേരെ മുകളിൽ നിന്ന് നേരെ താഴെ വരെ ഞാൻ വരച്ചു. ഓക്കെ, അപ്പൊ ലംബ സമഭാജി വരച്ചപ്പോൾ ഈ വര 2 തുല്യ കഷ്ണമായിട്ട് മുറിഞ്ഞു. ആകെ എത്രയായിരുന്നു? 4.5. അതിന്റെ പകുതി എത്രയാണ്? അതായത് 4.5യുടെ പകുതി അല്ലെ. നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ 4.5യുടെ പകുതി എത്രയാ? 2.25 എന്ന് പറഞ്ഞാൽ 2.25. അപ്പൊ ഇതാണ് എത്ര എന്ന് പറയുന്നത്? 2.25. ഇത് റേഡിയസ് ആയിട്ട് സർക്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് റേഡിയസ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഇവിടെ കോമ്പസ് എടുത്തിട്ട് അല്ലെ, ഇവിടെ കോമ്പസ് കുത്തി 2.25 ഇങ്ങനെ നമ്മൾ കോമ്പസ് എടുക്കണം. കണ്ടോ, ഇതാണ് റേഡിയസ്. 2.25 റേഡിയസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ സർക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ റേഡിയസ് 2.25. അപ്പൊ ഇത് നമുക്ക് ഈ ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് സ്കെയിൽ ആകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 2.25ന്റെ ഇരട്ടി വരച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് നമ്മൾ 2.25 റേഡിയസ് ആയിട്ട് സർക്കിള് വരച്ചത്. ഈ ചോദ്യം വേണമെങ്കിൽ മറ്റൊരു രീതിയിലും ചോദിക്കാം. ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതിന് പകരം നമുക്ക് 2.25 ഡയമീറ്റർ ആകത്തക്ക രീതിയിൽ സർക്കിൾ വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പൊ ഈ ചോദ്യത്തിനകത്ത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസിന് പകരം ഞാൻ ഡയമീറ്റർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഡയമീറ്റർ 2.25 അതാ ആരം എന്ന് പറയുന്നതിന് പകരം വ്യാസം 2.25 സെന്റിമീറ്റർ വ്യാസമുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇതല്ല സർക്കിള്, നമുക്കിത്
അല്ല സർക്കിൾ വേണ്ടത്, 2.25 ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ ഇത് 2.25 ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ ഇങ്ങനെ പോകണം. ഈ ദൂരം ഇത് മുഴുവനും 2.25 ആയിരിക്കണം. 2.25 ആയിരിക്കണം. ഇത് മുഴുവനും 2.25 ആണെങ്കിൽ ഇതിന്റെ ഒരു കേന്ദ്രം വേണ്ടേ? അപ്പൊ ഇതിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്തോ ചെയ്യണം? കോമ്പസ് എടുത്തിട്ട് ഇവിടെ പോയിന്റ് വെച്ചിട്ട് ഇതിന്റെ പകുതിക്കുള്ള ദൂരം എടുത്ത് ഇതിന്റെ മുകളിലും താഴെയുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു. അത് കളയാതെ ഇവിടെ കുത്തിക്കൊണ്ട് ആർക്കിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയും വരയ്ക്കുന്നു. അല്ലേ? നമ്മുടെ പുസ്തകത്തിലെ ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലൊരു ചോദ്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇത് ഞാൻ യോജിപ്പിക്കുന്നു. ഇത് യോജിപ്പിക്കുമ്പോൾ 2.25ന്റെ പകുതി കിട്ടും. കണ്ടോ? ഇവിടെ നമ്മുടെ കോമ്പസ് ഉറപ്പിക്കണം. നമ്മുടെ കോമ്പസ് ഇവിടെ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ വരെയുള്ള ദൂരം എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. കണ്ടോ? പലപ്പോഴും പരീക്ഷയ്ക്ക് ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഡയമീറ്റർ ആയിട്ട് വന്നാൽ ഇങ്ങനെ വരയ്ക്കും. ഡയമീറ്റർ ആയിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെ വേണം സർക്കിള് വരച്ചെടുക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ റേഡിയസ് ആയിരുന്നെങ്കിൽ 2.25 റേഡിയസ് ആയിരുന്നെങ്കിൽ ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. നമുക്ക് വലിയ വൃത്തം കിട്ടും. അതിന്റെ റേഡിയസ് 2.25 ആണ്. പക്ഷെ 2.25 ഡയമീറ്റർ ആയിരിക്കണം. അഥവാ വ്യാസമായിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യമേ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. വീണ്ടും ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് വേണം ഇവിടെ കുത്തി ഇത്രയും ദൂരമുള്ള സർക്കിള് വരയ്ക്കാൻ. അപ്പൊ നോക്കി, ഈ ടോട്ടൽ ലെങ്ത് ഇതാണ് ഡയമീറ്റർ. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വരുന്നത്. അത് നമുക്ക് ഇവിടെ കിട്ടില്ല. 2.25 ഡയമീറ്റർ ആയിട്ട് വരത്തക്ക രീതിയിൽ സർക്കിൾ വരയ്ക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. പുസ്തകത്തിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2.25 റേഡിയസ് ആയിട്ട് വരാനുള്ള സർക്കിളാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2.25 ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ വേണം വരച്ച് ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ, ബോർഡിൽ ഞാനൊരു കോൺ വരച്ചിട്ടുണ്ട്. നമ്മൾ വരയുടെ സമഭാജി, ലംബ സമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ പകുതി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെയും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു. ശ്രദ്ധിക്കുക, കോണിന്റെ പകുതി, അതായത് ആംഗിൾ ബൈസെക്ടർ നമുക്ക് എങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും? ഞാനിവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, ഇത് സമപാർശ്വ ത്രികോണം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഈ കോണിന്റെ ഈ ഭുജത്തിൽ ഞാനൊന്ന് കോമ്പസ് ഉറപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ആർക്ക് ഞാനിങ്ങനെ വരയ്ക്കും. എനിക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ, അത് ഇത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഇച്ചിരി വലുപ്പത്തിൽ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം ഈ രണ്ട് പോയിന്റിലും ഞാൻ കോമ്പസ് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ആർക്ക്, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അളവ് കളയുന്നില്ല. അളവ് കളയാതെ ഇവിടെ കുത്തിക്കൊണ്ട് ഈ ആർക്കിനെയും കട്ട് ചെയ്യും. അപ്പോൾ രണ്ട് ആർക്കുകളെ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർസെക്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇതിന്റെ വെർട്ടക്സിലേക്ക്, മൂലയിലേക്ക് ഞാനൊന്ന് വരയ്ക്കും. ഇപ്പൊ നമുക്ക് കോണുകൾ രണ്ടായിട്ട് മുറിഞ്ഞു. ഒരു കോണിലും അടുത്ത കോണ് തൊട്ടിപ്പുറത്തും. ഈ രണ്ട് കോണുകളും തുല്യമായ കോണുകളാണ്, ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ്. അപ്പൊ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോൺ സമഭാജി വരയ്ക്കാൻ കോണിന്റെ മൂലയിൽ, അല്ലെ, ഈ മൂലയിൽ തൊട്ടുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ കോമ്പസ് എടുത്ത് ഇതുപോലെ വരച്ചു. ഇത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, അല്ലെ? ഇങ്ങനെ കിട്ടുന്ന എന്താണ്? ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ആണ്. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിലേക്ക്, നമ്മൾ ഈ സൈഡിനെ മിഡ് പോയിന്റിലേക്കാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ടാണ് മുറിഞ്ഞു വരുന്നത്. അപ്പൊ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് ഈ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുസ്തകത്തിലെ ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ബോർഡിൽ ഒരു ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും ആംഗിൾ A 22.5 ഡിഗ്രിയും ആംഗിൾ B എന്ന് പറയുന്നത് 32.5 ഡിഗ്രിയും ആയിട്ട് വരത്തക്ക രീതിയിൽ ഒരു ട്രയാങ്കിൾ നിർമ്മിക്കണം. ട്രയാങ്കിൾ ABC നമുക്ക് നിർമ്മിക്കണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യമേ AB എന്ന് പറയുന്ന സൈഡ് 6 സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കും. 6 സെന്റിമീറ്ററിൽ ഞാൻ AB വരയ്ക്കും. ഓക്കെ, ഞാൻ AB എടുത്തു, AB എടുത്തു. ഇനി ആംഗിൾ A എന്ന് പറയുന്നത് 22.5 ആണ്. നമുക്ക് 22.5 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിലെടുക്കാനായിട്ട് അല്പം പ്രയാസമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മുമ്പേ നമ്മൾ വര വരച്ചതുപോലെ അതിൻ്റെ ഇരട്ടി എടുക്കും. 22.5യുടെ ഇരട്ടി. 22.5യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി. ഓക്കെ, ഞാൻ 45 ഡിഗ്രി ഇവിടെ വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തുന്നു. 45, ഇവിടുന്ന് 30, 40, 45. അത് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. നമുക്ക് വേണ്ടാത്ത വരയാണ്, അതുകൊണ്ട് ഞാൻ ഡോട്ടഡ് ലൈനിലെ വരയ്ക്കുന്നുള്ളൂ. 45 അല്ല നമുക്ക് വേണ്ടത്, 22.5. ഓക്കെ, അപ്പോൾ 45 വരച്ചു. ഇനി ആ 45ന്റെ
പകുതി ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മൾ ചെയ്തതുപോലെ ഇവിടുന്ന് കോമ്പസ് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ളത്ര വലുപ്പത്തിൽ കോമ്പസ് അകത്തി ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ദെൻ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ ആർക്കിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങോട്ടും കട്ട് ചെയ്യുന്നു. അപ്പോൾ ആർക്കുകൾ കൂട്ടിമുട്ടിയെടുത്ത് നമ്മൾ വരയ്ക്കുന്നു. ആർക്കുകൾ കൂട്ടിമുട്ടിയെടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആംഗിൾ നമുക്ക് കിട്ടും. ഇതാ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് വേണ്ട വരെയാണ്, അതുകൊണ്ട് ഞാൻ ഡാർക്കായിട്ട് വരച്ചു. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 22.5 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 32.5 32.5. അത് വരയ്ക്കാനും അതിൻ്റെ ഇരട്ടി എടുത്ത് നമ്മൾ വരയ്ക്കണം. 32യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ അത്ര വരും 65 ഡിഗ്രി. അപ്പോൾ ഞാൻ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുന്നു. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് 60 കഴിഞ്ഞിട്ട് ഒരു 5 വരയും കൂടെ എണ്ണി എടുക്കുന്നു. എന്നിട്ട് ഞാനിത് വരയ്ക്കുന്നു. 65 ഡിഗ്രി നമുക്ക് വേണ്ടാത്ത വരെയാണ്, അതുകൊണ്ട് ഞാൻ ഡോട്ടഡ് ലൈനിൽ മാത്രമേ വരയ്ക്കുന്നു. ഓക്കെ, 65 വരച്ചു. അപ്പോൾ 2 ആംഗിൾസ് ആണ് ആദ്യമേ നമ്മൾ വരച്ചത്. ആദ്യം വരച്ചത് ടോട്ടലി 45 വരച്ചു. ഇപ്പം നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് 65. ഈ 65ൻ്റെ പകുതി ഞാൻ അങ്ങോട്ട് എടുക്കും. അപ്പോൾ 65ൻ്റെ പകുതി എടുക്കാണ്ട് നമ്മൾ മുമ്പത്തെ പോലെ ഇവിടെ കോമ്പസ് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു. കേട്ടോ, ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ വെച്ച് ആർക്കിനെ കട്ട് ചെയ്യും. അപ്പോൾ ആർക്കുകൾ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പം നമുക്ക് ട്രയാങ്കിൾ ആവും. ഇങ്ങനെ വരും. കണ്ടോ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 32.5 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. 22.5 ഡിഗ്രിയും 32.5 ഡിഗ്രിയുമായിട്ട് വരച്ച ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22.5 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി എടുത്ത് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളക്കണം. എന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ അല്ലേ, ആംഗിൾ ബൈസെക്ടർ കോൺ സമഭാജി വരച്ചാൽ 22.5 32 ഒക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പഠിച്ച 2 സ്പെഷ്യലായിട്ടുള്ള ത്രികോണങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഐസോസിലസ് ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും, അതായത് സമപാർശ്വവും സമഭുജവും പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചു. അതിനോടനുബന്ധിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠത്തിൻ്റെ സവിശേഷതകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, ബൈ.